ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുക. അപ്പം രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതാ മക്കളെയൊക്കെ പറഞ്ഞയച്ചു. പിന്നെ വേഗം രാവിലത്തെ ചായം കടിയൊക്കെ ആക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വരുന്ന കുറച്ച് പുതിയതായിട്ട് വരുന്ന കുറച്ച് കൂട്ടുകാരെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മളെക്കുറിച്ചും ഒക്കെ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അറിയാം. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസിലൂടെ ഒരു വോയിസിലൂടെയൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ചോദിക്കുന്നത് നമ്മൾ ഇക്കാൻ്റെ ഫാമിലീനെ കുറിച്ചാണ്. ഓരോ ജോലി കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നൊക്കെ ഇങ്ങനെ കമൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ എവിടെയാണ് സ്ഥലം എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതെവിടെയാണ് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലും പരമാവധി പറയാറുമുണ്ട്. അതേപോലെ തന്നെ ഞാൻ നമ്മൾ പിന്നീട് ഇടുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ വയനാടാണ് കേട്ടോ. വയനാട്ടിൽ ബാവലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാട്ടിക്കുളം മാനന്തവാടി ആ ഒരു ഏരിയേൻ്റെ ഭാഗമൊക്കെ ആയിട്ടുള്ള ബാവലിയാണ് നമ്മളെ സ്ഥലം. വയനാട് ബാവലിയാണ്. എൻ്റെ വീട് വരുന്നത് മീനങ്ങാടിയാണ് കേട്ടോ. കൽപ്പറ്റ ബത്തേരി മുട്ടിൽ മീനങ്ങാടി അങ്ങനല്ലേ അവിടെയാണ് കേട്ടോ. വയനാടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. നാട്ടിലുള്ളവർക്കൊന്നും ചിലപ്പം അങ്ങനെ അറിയലുണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് നമ്മളെ വീട് വരുന്നത്. പിന്നെ ചോദിക്കുന്നത് ഇക്കാൻ്റെ ഫാമിലീനെ കുറിച്ചാണ്. എന്താണ് ജോലി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഫുള്ളും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പുരക്കൂടലിന് പോയപ്പം അനിയനാണ് ഫുഡ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കാറ്ററിങ് തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പകുതി ആളും അത് തന്നെയാണ് കേട്ടോ. ഇക്കാൻ്റെ ഫാമിലി വലിയ കുടുംബമാണ്. വാപ്പ ഉമ്മ 11 മക്കളാണ് കേട്ടോ. 2 പെണ്ണും 9 ആണുമാണ്. അപ്പം അതിൽ അധികം ആളും ഈ ഒരു ഫുഡിൻ്റെ പരിപാടി തന്നെയാണ് കേട്ടോ. എന്ന് കരുതി അവർ വേറെ പണിക്ക് പോകണില്ല എന്നല്ല. അതിലൊരാൾ ഉസ്താദാണ്. പിന്നെ വേറൊരാൾ ബസ്സിൽ ഡ്രൈവറും കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ഏട്ടന്മാരും അതുപോലെ അനിയന്മാരും എല്ലാവരും ഈ ഹോട്ടൽ പണി ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു മേഖലയിൽ തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഇക്കാണെന്നുണ്ടെങ്കിലും ഫുഡ് ആ ഒരു കാറ്ററിങ്ങിൻ്റെ പണിക്ക് പോകും. പിന്നെ നമുക്ക് ജീപ്പുണ്ട്, ടാക്സിയാണ്. അപ്പോൾ അതിലും പോവും. അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ. എന്തായാലും പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നവരോട് നമ്മൾ അതിനുള്ള മറുപടി കുറേ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കുമ്പോൾ അതൊരു അതിലും കൂടെ ഇതാവൂലല്ലോ. എത്രത്തോളം നമ്മൾ ആ ഒരു എഴുതി ഇതാവുമ്പം ശരിയാവൂല. അതുകൊണ്ടാണ് പിന്നീട് ഇടുന്ന വീഡിയോസിലായി ആ ഒരു നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ചോദിക്കണേനെ ഒരു വോയിസിലൂടെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിൽ വീഡിയോ ഇപ്പോൾ ചായം കടിയൊക്കെ ആയി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. കറി പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിന് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്ന് ഇപ്പോൾ കറീൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഈ കടിയൊക്കെ ഉണ്ടാക്കുമ്പം കറി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. വലിയ എന്തോ ഒരു പണി കുറഞ്ഞ് കിട്ടിയ പോലെ തോന്നൂലേ. അപ്പം ഞാൻ ചപ്പാത്തീൻ്റെത് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുക. ആട്ടപ്പൊടി വെറും ചൂടുവെള്ളമല്ല, വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് പിന്നെ അതങ്ങോട്ട് ഓഫാക്കും. പിന്നെ അങ്ങോട്ട് കുഴച്ച് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചപ്പാത്തിക്ക് പൊടി കുഴച്ചെടുക്കൽ. നമ്മൾ പത്തിരിക്കൊന്നും ആക്കും പോലെ വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടല്ല, പൊടിയിലേക്ക് കുറച്ച് വെള്ളം ചൂടുള്ള തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ വേഗം ബാക്കിയുള്ളതൊക്കെ മൊത്തത്തിലെല്ലാം ഒന്ന് പരത്തിയെടുത്തു. എന്നിട്ടാണ് പിന്നെ ഞാൻ ചുടാൻ വേണ്ടി നിന്നത് കേട്ടോ. കറി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഇന്നിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇതാ മൊത്തത്തിൽ പരത്തലും കുഴക്കലും ഒക്കെ കഴിഞ്ഞത് ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. കുട്ടികൾ മദ്രസക്ക് പോയതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ വെയിലിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് മദ്രസ ഇപ്പോൾ കുറച്ച് നേരത്തെ വിടുന്നുണ്ട്. 9:30 ആകുമ്പോഴത്തേക്കും മദ്രസ വിടുന്നുണ്ട് കേട്ടോ, 6:30 മുതൽ. അപ്പോൾ ഒരു കുറച്ച് നേരത്തെ തന്നെ വരികയും ചെയ്യും. അപ്പോൾ വേഗം ചായം കടി ആയാൽ തന്നെയല്ലേ നമ്മൾ ബാക്കിയുള്ള എല്ലാ പണികളും അങ്ങോട്ട് നമുക്ക് നീങ്ങുള്ളൂ. ചായം കടിയായി അതങ്ങോട്ട് കുടിക്കൽ കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ നല്ല
അതിൻ്റെ ഇടയിലൊരു കോളും വന്നിട്ടുണ്ടേനി കേട്ടോ. ഈ ഒരു വോയിസ് കൊടുക്കാൻ നിൽക്കുമ്പോൾ നല്ല ഇത് തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ ഈ മക്കളെയൊക്കെ മിണ്ടാണ്ടിക്ക് പറഞ്ഞ ഒരു ഭാഗത്ത് എത്തിക്കണം. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തുനിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേറെ കുറേ ഒച്ചകളുണ്ടാവും, വണ്ടീൻ്റെ ഒച്ചയും ഒക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ചിലപ്പോൾ നമ്മളെ മേലത്തെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടോർക്ക് ഒരു പാട്ട് വെക്കൽ കേട്ടോ. നല്ല സൗണ്ടിലാണ് വെക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പാട്ട് വെക്കുന്നത്. നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാമെന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. ഫ്രീ ആയിട്ട് പാട്ടും കേൾക്കാം. പക്ഷേ ആ കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് വോയിസ് കൊടുക്കേണ്ട വീഡിയോക്ക് വോയിസൊക്കെ കൊടുക്കണ ആ ഒരു സമയമാകുമ്പോൾ പിന്നെ ഞാനത് ഓരോ ഓഫാക്കണവരേ നിൽക്കണം കേട്ടോ. കാരണം നമ്മൾ കൊടുക്കണിട്ട് ശരിക്കും കേൾക്കില്ല. പിന്നെ പാട്ടിൻ്റെ ഇതൊക്കെ വീഡിയോയിൽ സൗണ്ടായിട്ട് വരികയും ചെയ്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്നുള്ള ആ ഒരു പേടിയും കൊണ്ടൊക്കെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് തീർത്തിട്ടുണ്ട്. നാസിമോനെ എണീച്ചാൽ പിന്നെ ഓനക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ വേഗം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റൊന്ന് വെയിലാണല്ലോ, വെയിലാകുമ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ വെയിലാണ്ട് വരും. അപ്പോഴത്തേക്കും മുറ്റൊന്ന് വെറുതെ ഒന്ന് അടിച്ചു വാരി ഇടാൻ വിചാരിച്ചിട്ടാണ്. എനിക്കങ്ങനെ മുറ്റത്ത് അടിച്ചു വരാൻ മാത്രമുള്ള ചപ്പും ചമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുന്നിൽ മുറ്റത്ത് ഉണ്ടാവില്ല. ബേക്ക് വശത്ത് പിന്നെ നമുക്ക് ഈ ചീമക്കൊന്നേൻ്റെ ചെറിയ ഇലകൾ വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാനാണ് ഉണ്ടാവുക. ഞാൻ അധികം ബേക്ക് വശത്ത് നിന്ന് അടിച്ചിട്ട് മുന്നിലേക്ക് വരുത്താൻ കേട്ടോ. പിന്നെ വണ്ടീൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ടൊക്കെ കഴുകി ഇതാക്കി എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ മുറ്റത്ത്. ആ കുട്ടികൾ ഊഞ്ഞാലാടുന്ന ആ ഒരു സമയത്ത് വണ്ടീൻ്റെ ഡിസ്ക് നന്നാക്കി എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നാസിമോനും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം മുറ്റടിക്കൽ കഴിഞ്ഞ് വന്ന് വേഗം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ മക്കളൊക്കെ മദ്രസ ഇട്ട് വന്ന് ഓരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഇക്കാൻ്റെ ചായ കൂടി കഴിഞ്ഞിട്ടില്ല. വണ്ടീൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറച്ച് അല്ലറ ചില്ലറ പണിയിലാണ്. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ വേഗം ഒതുക്കലും പെറുക്കലും എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞതാട്ടോ. ആൾ വന്നിട്ടുണ്ട് ചായ കുടിക്കാനാണ്. അപ്പോൾ ഇക്കാക്കുള്ള ചായ എടുത്ത് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പണികൾ എടുക്കാൻ. നാസിമോന് ഇതാട്ടോ എല്ലാ എണ്ണത്തിനെ ഞാൻ പിടിച്ചകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് നട്ടുച്ച ആയാൽ ഞാൻ അങ്ങനെ പുറത്തേക്ക് വിടലില്ല കേട്ടോ. അങ്ങനെ ഇക്കാക്കുള്ള ചായയൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ വേഗം വീണ്ടും എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുക്കുകയാണ്. പാത്രം കഴുകലും ഇന്നിപ്പോൾ ചോറും കറിയും ആക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ചില ദിവസം ചിലപ്പോൾ ഞാൻ ചായം കടിയും കഴിഞ്ഞാൽ വേഗം ചോറും കറിയും ആക്കി വെച്ചിട്ട് പിന്നെ ഈ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പണിയൊക്കെ നിൽക്കും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ബാക്കിയുള്ളത് തീർത്തിട്ട് പിന്നെ ചോറും കറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. ഓരോ ദിവസം ഓരോരോ തോന്നൽ പോലെയാണ് കേട്ടോ കാര്യങ്ങൾ അങ്ങനെ പോവുക. അപ്പോൾ എന്തായാലും ഇതാട്ടോ കുറച്ച് അധികം പാത്രങ്ങൾ തന്നെ ഉണ്ടാവും ഈ രാവിലെ കഴുകാൻ കേട്ടോ. നമ്മൾ ചായ കൂടി കഴിഞ്ഞ് എല്ലാം ഒഴിവാക്കി ഇതാക്കി അങ്ങനെയൊക്കെ കഴുകുമ്പം കുറച്ച് അധികം തന്നെ ഉണ്ടാവും കേട്ടോ കഴുകാൻ. അപ്പോൾ ഞാനതൊക്കെ കഴുകൽ കഴിഞ്ഞു. പിന്നെ വേഗം എന്താ പറയുക തുടയ്ക്കലും അങ്ങനത്തെ തുണിയാറിടലും നമുക്ക് ബാത്റൂം കഴുകാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാം ഒന്നും വീഡിയോയിൽ എടുക്കൂലെന്നേ ഉള്ളൂ. അതും എന്നും കാണിക്കണ തന്നെയാണ് കേട്ടോ എന്നും ഉണ്ടാവുക. പക്ഷേ എല്ലാ ഇതും ഒരേ രീതിയിൽ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങൾക്കും തന്നെ മടുക്കുങ്ങൾ ഇന്നെ ഓടിപ്പിക്കും വേണമെങ്കിൽ ഇവിടുന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ചില വീഡിയോസിൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തും, ചില കാര്യങ്ങൾ ഒഴിവാക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിമുട്ടി അങ്ങനെ ഇട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ ഇടാതിരിക്കലും നടക്കില്ല കേട്ടോ. നമ്മൾ ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഞാനും പരിശ്രമിക്കുന്നുണ്ട്. എനിക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങളും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ എന്തെങ്കിലും ഒന്ന് ഇടുമ്പോഴത്തേക്കും അത് മതി. കാരണം ഓരൊക്കെ കുറേ വർഷങ്ങളായിട്ടുണ്ടാവും തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ തന്നെ കുറേ മറ്റുള്ളവരൊക്കെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതുപോലെ തന്നെയല്ല അപ്പോൾ ഞാനും എടുക്കണത്, പിന്നെ എന്തായിരിക്കും ഇൻ്റേത് കയറി പോവാത്തത് എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. കാരണം നമ്മൾ അവരതുപോലത്തൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോസും പോവുക. പക്ഷേ എല്ലാത്തിനും ഒരു സമയവും ഒരു ക്ലിക്കും ഒരു ഭാഗ്യവും ഒക്കെ വേണം അല്ലേ. എന്തായാലും നിങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളും എന്തെങ്കിലുമൊക്കെ ഒന്ന് വരും, ഒരു ഉഷാറായി വരും ചാനലിൽ നിന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും പുതുതായിട്ട് വരുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ട്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. തീയൊക്കെ കത്തിച്ച് അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ബാക്കി പണീൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അരി ഇട്ടാണ്. അപ്പോൾ ചോറ് വെന്ത് ഞങ്ങൾ വാർത്ത് വെക്കുകയാണ്. ഞാൻ അധികം നാട് ഭാഗത്തൊക്കെ കാണുന്നത് ഈ ചോറ് ഒരു വെള്ളത്തിൽ നിന്ന് കൊട്ടയിലേക്ക് ഊറ്റിയിട്ട് പിന്നെ വെള്ളം വറ്റിക്കാൻ വേണ്ടി അങ്ങനെ വെക്കണതാട്ടോ. നമുക്ക് അങ്ങനെ അറിയേയില്ല കേട്ടോ. നമ്മളിങ്ങനെ കഞ്ഞിക്കലത്തിലേക്ക് ചോറ് വാർത്തിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചോറായിട്ടുണ്ട്. പിന്നെ ഞാൻ
എന്താണ് കറി ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാറിന് വലിയ ഒരുപാട് കഷ്ണവും കാര്യങ്ങളൊന്നും ഇല്ല, ഉള്ളതൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടി എടുത്തിട്ട് അങ്ങനെ പരിപ്പൊക്കെ ഇട്ട് എന്തായാലും കർമൂസേൻ്റെ ഉണ്ടായിരുന്നു. കർമൂസ അറിയണത് നമ്മൾ പച്ച പപ്പായക്കാണ് കേട്ടോ. കർമൂസ അതുപോലെ ഉരുളക്കിഴങ്ങ് പിന്നെ വഴുതനങ്ങ അങ്ങനെ കുറച്ച് പരിപ്പ് തക്കാളി ഉള്ളി പച്ചമുളക് അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് ചെറിയൊരു സാമ്പാർ തട്ടിക്കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഉള്ളത് അരിഞ്ഞു ഒക്കെ ഒന്ന് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റൊരു വിസിൽ വന്നാൽ മതി കേട്ടോ. തേങ്ങ നരക്കണില്ല, വെറുതെ പൊടി ഇട്ടിട്ട് അങ്ങോട്ട് വറവിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉപ്പേരി ആക്കുന്നത് കർമൂസ തന്നെയാണ് കേട്ടോ. കർമൂസ അതിൽ നിന്ന് മുറിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ അതും ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതെ വെള്ള കളറിൽ അങ്ങനെ കടുക് പൊട്ടിച്ചെടുത്തിട്ട് അങ്ങനെ ഒന്ന് ഉപ്പേരിക്കുള്ളതും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരടുപ്പിലും ഉണ്ട്, കറിക്കുള്ളത് ഒരടുപ്പിലും ആവണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരീൻ്റെ അപ്പുറത്തേക്ക് തീ കുറച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കുക്കറിൽ വെച്ച സാമ്പാറൊക്കെ ഒന്ന് വിസിൽ വന്ന് വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടി അതുപോലെ മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ സാമ്പാർ റെഡി ആയിട്ടോ. എനിക്ക് ഈ ഒരു കളറ് വേണം കേട്ടോ, ഒരു കാപ്പി കളർ പോലത്തെ ആ ഒരു കളറിൽ സാമ്പാർ ആവണതാണ് കേട്ടോ എനിക്കിഷ്ടം. എന്നാലേ ഒരു എന്താ പറയുക, ഈ വെളുത്ത് കിടക്കുന്നത് അത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ കുറുകിയതും ഒരു ആർക്കും ഇവിടെ ഇഷ്ടമല്ലേ, കുറച്ച് അതിൻ്റെ ആ ഒരു ചാറൊക്കെ വേണം. അപ്പോൾ ഇന്ന് സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ഉഴുന്നും അരിയൊക്കെ കഴുകി ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് കേട്ടോ. നാളത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ചുടാമെന്ന് വിചാരിച്ചിട്ട് വേഗം സാമ്പാർ വെക്കുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, അങ്ങനെ ഇതാട്ടോ. പിന്നെ നിച്ചുമോള് പഴുത്ത മാങ്ങ ഉണ്ടായിനി, ഓൾ അതും കൊണ്ട് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുളിയും കഴിഞ്ഞു, നമ്മൾ ചോറ് വയ്ക്കലൊക്കെ പരിപാടി നമുക്ക് നോക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്യട്ടെ. എന്തായാലും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ.